നമ്മൾ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി സംസാരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വിഷനാവ് ഇപ്പോഴും വിശ്രമിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് CPM നേതാവ് A. M. ആരിഫിനെതിരെയാണ്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൻ്റെ മനസ്സാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം ലീഗ് എങ്ങനെയുള്ളതാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതുകൊണ്ട് നമുക്കതിനെ കൂട്ടി വായിക്കാം. പക്ഷേ CPM-ലെ ആരും അതിനെ വിമർശിക്കുന്നത് കാണുന്നില്ല. ഇതിനിടെ മറ്റു ചില സംഭവങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. G. സുധാകരൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം വെള്ളാപ്പള്ളിയെ പോയി പൊന്നാട അണിയിച്ചിട്ടുണ്ട്. ഇന്ന് അതേ G. സുധാകരൻ പാണക്കാട് തങ്ങളെ കണ്ട് സംസാരിക്കുകയും ഊഷ്മളമായ സ്വീകരണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വെള്ളാപ്പള്ളിയെ കണ്ടത് അവിടെ SNDP-യുടെ ജനറൽ സെക്രട്ടറിയായി എന്ന നിലക്ക് മാത്രമാണ് എന്നാണ്. എന്തെങ്കിലും ആട്ടെ, നിഷാദ്, വെള്ളാപ്പള്ളി തുടരുന്നു. വെള്ളാപ്പള്ളി തുടരുമ്പോൾ വെള്ളാപ്പള്ളിയെ തിരുത്താനുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്വം എന്തുമാത്രം നിർവഹിക്കുന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉള്ളത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വിദ്വേഷങ്ങൾക്കെതിരായിട്ടുള്ള വോട്ട് കൂടിയാണല്ലോ UDF-ന് കിട്ടിയ വോട്ട്. അത് മനസ്സിലാക്കാതെ G. സുധാകരനെ പോലൊരു മുതിർന്ന നേതാവ് വെള്ളാപ്പള്ളിക്ക് പോയി മാലയിടുകയാണ്. വെള്ളാപ്പള്ളിയുടെ പിന്തുണ വല്ലതും UDF-ന് കിട്ടിയിട്ടുണ്ടോ? UDF-ന്റെ കൂടി പാനലിൽ നിന്നിട്ടാണല്ലോ ഈ പറയുന്ന ആൾ ജയിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടത്തിയ വിദ്വേഷ പരാമർശത്തിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടാണോ സുധാകരൻ ജയിച്ചത്? ആ വിദ്വേഷ പരാമർശം മുഴുവൻ സുധാകരൻ നിന്ന പ്ലാറ്റ്ഫോമിന് അപ്പുറത്തുള്ള BJP-ക്ക് വോട്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. ഇനി പോട്ടെ, അല്ലെങ്കിൽ CPM ജയിക്കണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ. എന്നിട്ട് അത് എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് ഈ പൊന്നാട, എന്തിനാണ് ഈ നന്ദി പ്രകടനം? അപ്പോൾ സുധാകരനൊക്കെ രാഷ്ട്രീയമായി എന്താണ് ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ കൗതുകവും അത്ഭുതവും തോന്നുകയാണ് നമുക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റിയിൽ നല്ല പ്രശ്നം ഉണ്ട്, ഗുരുതരമായ പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്താണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ചെയ്ത അപരാധം എന്ന് മനസ്സിലാവാതെ മറ്റൊരു അപരാധം ചെയ്യുന്നു. ആരാണ്? G. സുധാകരൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ നിങ്ങൾ നൗഫൽ പറഞ്ഞ പോലെ പറഞ്ഞ് ആരെയും പറയുക, തന്നെ വിമർശിക്കുന്ന ആരെയും വർഗീയവാദിയും അല്ലെങ്കിൽ മുസ്ലിം എന്ന ഒരു ചാപ്പയടിച്ചാൽ അവരെ ഒതുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയാണ് അദ്ദേഹം. അതാണ് A. M. ആരിഫിനെ പോലെ CPM-ന്റെ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് പറയാണ് അദ്ദേഹത്തിന് ലീഗ് മനസ്സാണ്, അദ്ദേഹത്തിന് വർഗീയ മനസ്സാണ് എന്ന്. അപ്പോൾ ആദ്യം പ്രതിരോധിക്കുന്ന ആരാണ്? അതിനെങ്കിലും പ്രതിരോധിക്കാൻ ഈ പാർട്ടിയെ കൊണ്ട് പറ്റണ്ടേ? ഈ വെള്ളാപ്പള്ളിയുടെ കൂടെ അനുനയത്തിൻ്റെ പാതയെടുത്ത് നിന്നതിൻ്റെ പേരിൽ മാത്രം തോറ്റുപോയൊരു പാർട്ടിക്ക് ഇപ്പോഴും വെള്ളാപ്പള്ളി പറയുമ്പോൾ ഞങ്ങളുടെ നേതാക്കളെക്കുറിച്ച് പറയാൻ നിങ്ങളായിട്ടില്ല എന്ന് പറയാനെങ്കിലും കഴിയണ്ടേ? അതും കഴിയുന്നില്ല. ആ പാർട്ടി ഇനി ഒരുപക്ഷെ കമ്മിറ്റി കൂടി തീരുമാനിക്കുമായിരിക്കും നമ്മൾ വെള്ളാപ്പള്ളി വിഷയത്തിലെടുത്ത തീരുമാനം തെറ്റായി പോകുന്നത്. അതിനുശേഷമായിരിക്കും പ്രതികരണം ഉണ്ടാവുക. വെയിറ്റ് ചെയ്യാം.